പിന്നെ ഇവര് പറയുന്ന എന്താണ്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയാണ്, മനുഷ്യനെ ഒരു റോബോട്ടാക്കി പടക്കണം അല്ലാഹുന്ന. എല്ലാവരും നല്ലത് ചെയ്യുക, അവന്റെ ഉള്ളില് ഒരു നെഗറ്റീവും പാടില്ല എന്നാണ്. അങ്ങനെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? നന്മയില്ലാതെ തിന്മയില്ല. ഇത് ഞാൻ എത്രയോ പട്ടം പറഞ്ഞതാണ്. നന്മയില്ലാതെ തിന്മയില്ല, ഇംബാലൻസ് ഇല്ലാതെ ബാലൻസ് ഇല്ല, ഇബിലീസ് ഇല്ലാതെ അള്ളാഹു ഇല്ല. ഇബിലീസ് ഉണ്ടാവുമ്പോഴേ അള്ളാഹു തന്നെ ഉള്ളൂ. ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുണ്ട്, അതാണ് അള്ളാഹു. ആ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ അപ്പുറത്താണ് നമ്മുടെ മനസ്സിലെ ഹവനഫ്. അതൊരാൾ ചോദിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞു പോയതാണല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇലാഹ് നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളാണ്. അല്ലാതെ ഒരു ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ പൂജിക്കലൊന്നുമല്ല. അതുകൊണ്ട് എന്താ കുഴപ്പമൊന്നും? അത് ശരിയാന്നല്ലോ പറയുന്നത്. ലോകത്തിന് എന്താ അതുകൊണ്ട് പുരോഗതിക്ക് എന്താ തടസ്സം? ലോകത്തിന്റെ ഡെവലപ്മെന്റിന് എന്താ തടസ്സം? ഇപ്പൊ ഞാനൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ദിവസവും രാവിലെ പറയുന്നതാണ്, എന്താ അതുകൊണ്ട് ലോകത്തിന്റെ പ്രശ്നം എന്താ? പക്ഷേ എന്റെ സ്വാർത്ഥതകൾ, എന്റെ ഇച്ഛകൾ, എന്റെ അജ്ഞതകൾ, ഇതിനെ ഇലാഹാക്കുകയാണ് ഞാൻ. അതാണ് ലോകത്തിന്റെ പ്രശ്നം. അതിനെയാണ് ഞാൻ വിഗ്രഹമാക്കുന്നത്. അതാണ് അഫറായിത്ത മനിത്തഖദ ഹവാഹു ഇലാഹു. തന്റെ ഹവയെയാണ് ഇലാഹാക്കുന്നവൻ. അല്ലാതെ ഗുരുവായൂരപ്പനെ ഇലാഹാക്കുന്നവനെ നീ കണ്ടുവോ? മറിയമിനെ ഇലാഹാക്കുന്നവനെ നീ കണ്ടുവോ? അല്ലെങ്കിൽ മുഹമ്മദിനെ ഇലാഹാക്കുന്നവനെ നീ കണ്ടുവോ? ഉടമനിൽ അഫറായിത്ത മനിത്തഖദ ഹവാഹു ഇലാഹു. ഹവയാണ് ഇലാഹ്. ഇത് എല്ലാവരുടെ മനസ്സിലും ഈ ഇലാഹുണ്ട്. ഈ ഇലാഹിനെ വിട്ട് അള്ളാഹു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ഇലാഹാക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ. ഹവയല്ല ഇലാഹ്, ഹുവയാണ് ഇലാഹു. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ. അവൻ റഹ്മാനുമാണ് റഹീമുമാണ്. അവന് റഹ്മാനുമാണ് റഹീമുമാണ്. അവനാണ് ലാ ഇലാഹ ഇല്ലാഹുവ റഹ്മാനു റഹീം. റഹ്മാനും റഹീമുമായ ഒരു ഹുവയുണ്ട് ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ. അതല്ലാത്ത ഒരു ഇലാഹും നിങ്ങൾക്കില്ല. അത് കാരുണ്യമല്ലാതെ നിങ്ങൾക്ക് തരുന്നേയില്ല. നിങ്ങൾ പറയും, ഈ ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഏത് വ്യവസ്ഥിതിയാണ് നമുക്ക് റഹ്മാനല്ലാതെ നിലകൊള്ളുന്നത്? പറയും, ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം നമ്മുടെ ഫലമായിട്ടാണ്. എന്തെങ്കിലും ഈ ലോകത്ത് നമുക്ക് റഹ്മാനിയത്തല്ലാതെ ഈ ലോകത്ത് നമുക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ കർമ്മഫലമാണ്. എന്നിട്ട് വരെ അള്ളാന്റെ മേലക്ക് കുറ്റം ചാർച്ചാണ് വരിക. എൻഡോസൾഫാൻ മുഴുവൻ തെളിച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന കുട്ടികൾ വികലാംഗരായി ജനിച്ചിട്ട് അള്ളാഹ്ക്ക് കുറ്റം. എന്തിനാ അള്ളാഹു വികലാംഗരെ ജനിപ്പിക്കണത്? ശുദ്ധമായ വായുണ്ട്, ശുദ്ധമായ ഭക്ഷണമുണ്ട്, ശുദ്ധമായ വെള്ളമുണ്ട്. ഇതിനൊക്കെ മലിനമാക്കി അതൊക്കെയും കഴിച്ച് അതിന്റെ ഈ മരുന്നുകൾ മുഴുവൻ കഴിച്ച് അതിന്റെ തിക്തഫലം അനുഭവിച്ചിട്ട് കുറ്റം പിന്നെയും പടച്ചോനാണ്. അള്ളാഹു റഹ്മാനും റഹീമുമാണ്. എന്റെ ഇന്നേ വരെയുള്ള അന്വേഷണത്തിൽ ഒന്നുപോലും റഹ്മാനും റഹീമിയത്തും അല്ലാതെ വേറൊന്നില്ല. എന്തിനു വേണ്ട? നമ്മുടെ ഒരു മുള്ളു കുത്തിയാല്, ശരീരത്തിൽ ഒരു മുള്ളു കുത്തിയാല് അവിടെ പഴുപ്പിക്കും അല്ലാഹു. അവിടെ പഴുക്കും. എന്നിട്ട് ആ മുള്ളോട് കൂടി ആ സ്ഥലം ഇവിടെ പുറത്തൊക്കെ തള്ളിയിട്ട് അത് നിൽക്കും. ഇത് അതിന്റെ റഹ്മാനിയത്താണത്. അത് വെറുതെ അതിന് ആ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ സാധനത്തിന് അതിനെ എങ്ങനെയെങ്കിലും പുറം തള്ളണം. അതിന്റെ പണിയെടുക്കുകയാണ്. എന്നതുപോലെ തന്നെ ഈ ഭൂമിയിൽ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അതിന്റെ ഉള്ളറകളിലെ വസ്തുക്കൾ പുറത്തൊക്കെ തള്ളേണ്ടി വരും. നമുക്കത് ശിക്ഷയായിട്ട് തോന്നുന്നത്. നമ്മെ സംബന്ധിച്ച് ചിലപ്പോൾ അത് ശിക്ഷക്കാണ്. അത് നമ്മൾ തന്നെ ചെയ്തതിന്റെ തിക്തഫലം നൂറ്റാണ്ടുകൾ ആ ഭൂമിക്ക് അടിയിൽ കടന്ന് മറിയണത്. അത് 1000-ഓ 10,000-ഓ കൊല്ലം കഴിയുമ്പോൾ അത് പുറത്തേക്കിടും. ആ പുറത്തേക്കിടുന്ന സമയത്ത് അവിടെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അപകടപ്പെടും. എന്നിട്ട് പറയും, അല്ലാഹു എന്താ ഈ ഭൂമി വിൽക്കുണ്ടാക്കിയിട്ട് ആളെ നശിപ്പിക്കണം. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ ഇത് ശിക്ഷയായിട്ടേ തോന്നുള്ളൂ. എന്താ അവിടെ പഴുത്തിട്ട് അവിടെ പുറത്തേക്ക് ചാടുന്നു? അത് നമ്മൾ പറയുന്നത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണത്. അതല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അതിന്റെ ഉള്ളിൽ നടക്കുകയാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അതാണ് റഹ്മാനും റഹീമുമാണ് അള്ളാഹു. അവനല്ലാതെ ഒരു ഇലാഹ് നിങ്ങൾക്കില്ല. അതാണ് ലാ ഇലാഹ ഇല്ലാഹുവ, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇവര് പറയും പോലെ മൊഹീദ്ദീൻ ഷേഖ് ഇലാഹല്ല, ബദരീങ്ങൾ ഇലാഹല്ല, ചേക്കുട്ടിപ്പാപ്പ ഇലാഹല്ല, പിന്നെ എന്താണ് ഗുരുവായൂരപ്പൻ ഇലാഹല്ല,
ഇവരൊന്നും ഇലാഹല്ല. അള്ളാഹു എന്ന് പറയുന്ന ഒരാ ഇലാഹ് ആകാശത്തുണ്ട്, മൂപ്പരല്ലാതെ വേറൊരു ഇലാഹു ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അതൊന്നുമല്ല ഇത്. നിങ്ങളുടെ മനസ്സിലെ അജ്ഞതകൾ, നിങ്ങളുടെ മനസ്സിലെ ഹവകൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇച്ഛകൾ, ലാഭേച്ഛകൾ, സ്വാർത്ഥ മോഹങ്ങൾ, ഇതിനൊന്നും നിങ്ങൾ ഇലാഹാക്കരുത്. അതൊന്നും സത്യമല്ല. നിങ്ങൾക്ക് തോന്നുകയാണ് സത്യം, അത് തിരിച്ചറിയുന്ന മനുഷ്യൻ കുറച്ചേ ഉള്ളൂ. ഇത് സത്യമല്ല. ഈ സത്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. അതാണ് ഹുവ. അത് അജ്ഞാതമാണ്, ഹുവയാണ്. അത് അജ്ഞാതമാണ്. അതുകൊണ്ടാണ് ഹുവ എന്നുള്ള ലമീർ ഉപയോഗിച്ചത്. ഹുവ എന്ന് പറയുന്ന അജ്ഞാതമാണത്. നിങ്ങൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. ഹുവ അജ്ഞാതമാണത്. അതുകൊണ്ടാണ് ഹുവ എന്ന്. കുൽ ഹുവ, ഹുവ എന്ന് പറഞ്ഞത് അതാണ്. നമ്മൾ ഹുവ എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് അവൻ എന്ന് പറയും, അതിന്റെ ഉള്ളിൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് അറിയണില്ല. അതാണ് അത് ഹുവ. പിന്നെ ആ ഹുവ അഹദിലേക്ക് വരുന്നു, പിന്നെ സമദിലേക്ക് വരുന്നു. ആ ഹുവ അതാണ് കുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ്. അത് ആ സമദീയത്തിന് വിലാദത്തില്ല, അത് മൗലൂദുമല്ല എന്ന് പറയുന്നത് അതാണ്. അതിന് കുഫുവായിട്ട് ലോകത്ത് പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഇതന്നെ ഇലാഹാക്കാൻ പറ്റുള്ളൂ.